നമസ്കാരം, എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കാറോത്തുങ്കായ. ഞങ്ങൾ അങ്ങനെ കേട്ടോ പറയുക. പപ്പായ പറയും, കപ്പങ്ങ പറയും. അതുകൊണ്ടൊരു മെഴുക്കുവരട്ടിയാണ്. എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ മെഴുക്കുവരട്ടിയൊക്കെ വെക്കാൻ. പക്ഷേ ഇത് വളരെ സ്പെഷ്യലാട്ടോ. സ്പെഷ്യൽ ടേസ്റ്റിൽ തന്നെ മഠത്തിലുണ്ടാക്കണ ഒരു പപ്പായ മെഴുക്കുവരട്ടി. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ റെസിപ്പി ഒരു ചെറിയ പപ്പായയുടെ കഷ്ണമുണ്ട്, അത് വെച്ചിട്ട് ഒരു കിടിലൻ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പപ്പായ കഷ്ണങ്ങളൊക്കെ തോല് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത് ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പപ്പായ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 പച്ചമുളക് ഞാൻ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ അരിയില്ലാത്തതാണ്. ഇനി ഇതിലേക്ക് വളരെ കുറച്ചേ വേണ്ടുള്ളൂ. പപ്പായയിലേക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതാദ്യം നമുക്കൊന്ന് ഒരു 3/4 ഭാഗം വേവാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്ത് കൊണ്ടിരിക്കാം. അപ്പോൾ കണ്ടോ, ഞാൻ ഗ്യാസ് കൊളുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം മതി കേട്ടോ. ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം, എന്നാൽ അത് പെട്ടെന്ന് തന്നെ ആയിക്കോളും. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ പപ്പായൊക്കെ അല്ലെങ്കിൽ കപ്പങ്ങ എന്ന് പറയും ചില സ്ഥലത്ത്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക എനിക്കറിയില്ല. ഞങ്ങൾ കാറോത്തുങ്കായ എന്നാട്ടോ പറയുക. കണ്ടോ, വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. അത് ഇതിലിരുന്നിട്ട് തന്നെ ആയിക്കോളും. പെട്ടെന്ന് തന്നെ വെന്തു. കുഞ്ഞു കുഞ്ഞേ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയ കാരണം 3/4 ഭാഗം വേവായിട്ട് എത്ര മതി. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറെ പരിപാടികളുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ആ കാറോത്തുങ്കായുടെ കഷ്ണങ്ങളൊക്കെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി അതൊന്ന് കഴുകിയെടുത്തതാണ്. വീണ്ടും ഗ്യാസ് കൊളുത്തി ഒരു 3/4 ടേബിൾ സ്പൂൺ നല്ലോണം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഉണ്ടാക്കാൻ. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ കടുക്, ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊന്നും അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. കടലപ്പരിപ്പ്, ഉഴുന്നാണ്, അതും 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. ടീസ്പൂണല്ല, ടേബിൾ സ്പൂൺ. ഒന്നായി വരട്ടെ. കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു. കാരണം ഇനി ഇതിലേക്ക് വേണ്ടത് കുഞ്ഞുള്ളി ഒരു 8-10 എണ്ണം വട്ടത്തിലരിഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇടത്തരം സവോള, അതൊക്കെ നിങ്ങൾ കഷ്ണത്തിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് എണ്ണ വേണ്ടതായിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യാം. വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട, എന്നാലും ഒന്ന് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വരണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വെളുത്തുള്ളി ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി ഇടാം. അതുപോലെ തന്നെ കറിവേപ്പില നല്ലോണം ഇടാം കേട്ടോ. എൻ്റെ കറിവേപ്പില ഇല്ലാതെ പോയി, ഒട്ടുമില്ല. അതുകൊണ്ട് മാത്രം അവോയ്ഡ് ചെയ്തതാണ്. ശരിക്കും ഇതിലേക്ക് കറിവേപ്പില നല്ലോണം വേണം കേട്ടോ. ഒന്നും കൂടെ ആവട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെയൊക്കെ നല്ലൊരു മണമൊക്കെ വരലടങ്ങിട്ടോ. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരുന്ന പപ്പായ, ഇത് നന്നായിട്ട് വെന്തതാണ്. 3/4 ഭാഗത്തിലധികം വേവ് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. കഷ്ണങ്ങൾ വല്ലാതെ ഉടയാതെ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒന്നിങ്ങനെ കുടഞ്ഞിട്ടാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇളക്കാൻ സൗകര്യത്തിന് ചട്ടകം ഒന്ന് മാറ്റി കേട്ടോ. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ഉലർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം ഇട്ട് കഴിഞ്ഞാൽ തോരനായി. പക്ഷേ ഇന്ന് തോരനല്ല, മെഴുക്കുവരട്ടിയാണ്. ഇനി ഇതിലേക്ക് ഇടുന്ന സാധനങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. ചില്ലി ഫ്ലേക്സ്, നമ്മൾ എരിവിന് അധികം മുളകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. 2 പച്ചമുളക്, അത് എരിയില്ലാത്തതാണ്, ഒരു 2 ടീസ്പൂൺ കേട്ടോ. അതേപോലെ തന്നെ ഇത് അവോയ്ഡ് ചെയ്യരുത്. നമ്മളുടെ ചതയം കുരുമുളക് ചതച്ചാൽ മതി, അല്ലെങ്കിൽ പൊടിയാ വാങ്ങാൻ കിട്ടുവച്ചാൽ അത് ചെയ്യാം. പൊടി ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ജസ്റ്റ് ആ അമ്മിക്കല്ലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് പൊടിക്കും, അങ്ങനെ ചെയ്യാറ്. ഇപ്പോൾ വല്ലാതെ ഇളക്കാത്തത് എന്താ വെച്ചാൽ ഉടഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി ഒന്നും അങ്ങോട്ട് വെരിഞ്ഞ് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും അവോയ്ഡ് ചെയ്യരുതേ. അപ്പോൾ കണ്ടോ, പപ്പായ നന്നായിട്ട് വെലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള പപ്പായ മെഴുക്കുവരട്ടി, അല്ലെങ്കിൽ പപ്പായ ഉപ്പേരി. ഞങ്ങൾ ഉപ്പേരി എന്നാട്ടോ പറയുക. ഇവിടെയൊക്കെ ഉപ്പേരി പറഞ്ഞാൽ കായവർത്താനാണ് പറയുക. ഓരോ സ്ഥലത്തെയും ഭാഷ വ്യത്യാസമുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇത്രയുള്ള പരിപാടി. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ടേസ്റ്റ് ഡിഫറെൻ്റാണ്, കഴിക്കാനും വളരെ സ്വാദിഷ്ടമാണ്. എന്തായാലും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചോറ് വിളമ്പിയിട്ടുണ്ട്. പപ്പായ മെഴുക്ക് വരട്ടി കൂട്ടാണ്ട് ഞാൻ, പക്ഷെ ആദ്യം ഇത് കൂട്ടിയിട്ടാണ് കഴിക്കണം കേട്ടോ. ഒരു ഉരുള, എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ എന്ത് എളുപ്പമല്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്സും കൂടെ അറിയിക്കണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.